ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്കുകാരുടെ ഒരു പുതിയ ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ജെൻ എന്ന് പറഞ്ഞൊരു ക്രെഡിറ്റ് കാർഡാണ് ഇപ്പോൾ ലോഞ്ച് ആയിരിക്കുന്നത്. ഇത് ആക്ച്വലി സെക്യൂർഡ് കാർഡും ഉണ്ട്, അൺസെക്യൂർഡ് കാർഡും ഉണ്ട്. അതായത് നമുക്ക് നമ്മുടെ ഇൻകം ബേസിസിൽ കിട്ടുന്ന കാർഡും ഉണ്ട്, FD ബേസിൽ കിട്ടുന്ന കാർഡും ഉണ്ട്. നിങ്ങൾക്കറിയാം ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു നമ്മുടെ സഫ് ബാങ്ക് ഒക്കെ പോലത്തെ ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കുകളാണ്. ഇപ്പോൾ നമ്മുടെ ഉജ്ജീവൻ ബാങ്ക് അതേപോലെ ഉണ്ടല്ലോ. അപ്പോൾ ആക്ച്വലി കേരളത്തിലൊക്കെ നമ്മുടെ തൃശ്ശൂരൊക്കെ അതിന് ബ്രാഞ്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഉജ്ജീവൻ ബാങ്കുകളുടെ അക്കൗണ്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഉത്കർഷ് ബാങ്കും നമ്മുടെ ഇപ്പോൾ റീസെന്റ് തന്നെ അടുത്ത് തന്നെ അവർക്ക് ബ്രാഞ്ചും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മെജോറിറ്റി എല്ലാ ഏരിയസിലും അവർക്ക് ബാങ്കും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിനൊരു പ്രോബ്ലം ഉണ്ട്. ഇത് ആക്ച്വലി ഒരു റൂപേ വേരിയന്റിൽ വരുന്ന ഒരു UPI ക്രെഡിറ്റ് കാർഡാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിന് മോസ്റ്റ്ലി ആൾക്കാർക്ക് ഡിജിറ്റൽ കാർഡാണ് കിട്ടുള്ളൂ. അതും പോരാണ്ട് ഇത് ആക്ച്വലി അവരൊരു അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അതായത് നിങ്ങളുടെ ആ ബാങ്കായിട്ട് എന്തെങ്കിലും ഒരു അക്കൗണ്ട് വേണം. ഒന്നെങ്കിൽ ലോൺ അക്കൗണ്ടോ സേവിങ്സ് അക്കൗണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് അക്കൗണ്ടോ, ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടുള്ള അക്കൗണ്ടോ, അങ്ങനെ എന്ത് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ആക്ച്വലി കാർഡ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ നെഗറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ റിവാർഡ് റേറ്റ് നോക്കുകയാണെങ്കിൽ ആകെ 1% ക്യാഷ് ബാക്ക് ആണ് എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് കിട്ടുക. അതും അൺലിമിറ്റഡ് എന്നവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ വലിയ കാര്യമില്ലാത്തൊരു കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ പിന്നെ ഇതിന് മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് ആ ബാങ്കിന്റെ അക്കൗണ്ട് ഉണ്ടായാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതെനിക്ക് തോന്നുന്നില്ല ഉത്കർഷ് ബാങ്കിന്റെ അക്കൗണ്ട് നമ്മുടെ കേരളത്തിൽ അത്ര അധികം ആൾക്കാരിൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അവർക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് സംഭവമൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാർഡ് വലിയ കാര്യമില്ലാത്തൊരു കാർഡാണ്. ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യാത്തൊരു കാർഡ് തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ഒരു പുതിയൊരു കാർഡ് ഇറങ്ങിയതുകൊണ്ട് അതൊരു ന്യൂസായിട്ട് നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ പുതിയ കാർഡായിട്ടുള്ള നെക്സ്റ്റ് ജെൻ കാർഡ് ലോഞ്ച് ആയിട്ടുണ്ട്. ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ ഉത്കർഷ് ബാങ്കിന്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ നോക്കി നോക്കാം. എന്താ വെച്ചാൽ മെജോറിറ്റി ആൾക്കാർക്കും ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത റൂപേ വേരിയന്റിൽ വരുന്ന UPI ഉപയോഗിക്കാൻ പറ്റുന്ന കുഴപ്പമില്ലാത്തൊരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്രേ ഉള്ളൂ. അല്ലാണ്ട് വലിയ റെക്കമെൻഡ് ചെയ്യാനുള്ള കാർഡൊന്നും ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുനോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനൽ JCC പോലെ കാണുന്നവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.